ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ദിവസമായി ഇതിൻ്റെ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഇടിപിടിയെന്ന് പിടിച്ചിട്ട് വേഗം വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കല്ല ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇതൊരു ബഡ്ജറ്റായിട്ടുള്ള വീടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ബഡ്ജറ്റായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിക്കേണ്ടി വരും. അതിനനുസരിച്ച് ടൈം എടുത്തിട്ട് എങ്ങനെ നമുക്ക് ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ മെറ്റീരിയൽ നമുക്ക് കുറഞ്ഞ് കിട്ടും, എന്തൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും ചെയ്ത കുറച്ച് വർക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഇതിൻ്റെ പെയിൻറ്റിങ് ആണെന്നുള്ളത്. പക്ഷേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. കാരണം അതല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ പണി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് വന്നു. പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ സംഭവം എന്താണെന്നുള്ളത് ഞാനിതിൽ ഒറ്റ വാക്കിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ മുകളിലത്തെ ഭാഗം എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്, കല്ലൊക്കെ കയറ്റി വെയിറ്റ് കൂട്ടിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന്. പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിത് ഇവിടെ സ്ലൈഡിങ് ഡോറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ഒരു വ്യൂ. ഇപ്പം നമ്മളിവിടെ ഗ്ലാസ് ഇട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ നോക്കി, ഇവിടെ നിന്നൊരു ലൈറ്റ് ഒന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെറിയൊരു ചെടിയുടെ പോട്ടൊക്കെ വെക്കും ഈ മൂലയിൽ. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റിങ് സെക്ഷനിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ സംഭവം, കുറഞ്ഞ രീതിയിൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളത്. അതെ, ഇവിടെ നിങ്ങൾ ഈ കാണുന്ന സംഭവം തന്നെയാണ്. ഇത് കണ്ടോ, ഒരു ഗ്രേ കളറാണ്. ഇതെന്താണ് സംഭവം? അപ്പോൾ ഇതിൻ്റെ ഈ പെയിൻറ്റിങ് സെക്ഷനിൽ വരുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു വിശദമായ വീഡിയോ അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയായെന്നുള്ളത്, ഇപ്പോൾ ഈ ഭാഗം ഗ്ലാസ്, ഇവിടെ നമ്മൾ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫാബ്രിക്കേഷൻ സ്ലൈഡിങ് ഡോർ. ഇതിന് ഏകദേശം എക്സ്പെൻസ് നമുക്ക് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ് എടുക്കും, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഗ്ലാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. ഇപ്പോൾ ഒരു ഏകദേശം 85 രൂപയാണ്. ഇത് 6mm ഗ്ലാസ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 85 രൂപയാണ് സാധാരണ ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് പൊളിച്ച ഗ്ലാസ് കാര്യങ്ങൾ എടുത്തണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഫാബ്രിക്കേഷൻ്റെ ഫ്രെയിം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 175 സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുത്തത് 40 രൂപയ്ക്കാണ് ഒരു സ്ക്വയർ ഫീറ്റ്. അങ്ങനെ 7000 രൂപയാണ് നമുക്ക് ഗ്ലാസ്സിനായിട്ടുള്ളൂ. ഗ്ലാസ് വേറെയും കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് പൊളിച്ചപ്പോൾ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബഡ്ജറ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുവിധം നിങ്ങൾ ഒറ്റയടിക്ക് വീട് പണി തുടങ്ങാതെ കുറച്ച് ചിന്തിച്ചിട്ട് എവിടെ നിന്നൊക്കെ നമ്മൾ കുറഞ്ഞ രീതിയിൽ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് 7000 രൂപയ്ക്ക് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രെയിം അതും എല്ലാം കൂടി ഇപ്പോൾ ഈ ഒരു ഫിക്സിങ്ങും ഇതിൻ്റെ ഗ്ലാസ്സും എല്ലാം കൂടി നമുക്ക് ടോട്ടൽ ഫിക്സിങ് ആൾ വന്ന് ഫിക്സ് ചെയ്ത് എല്ലാം കൂടെ നമുക്ക് ഗ്ലാസ് അടക്കം ഏകദേശം ഒരു 5000 രൂപയുടെ താഴെ ആയിട്ടുള്ളൂ. ഇനി ഇതിന് നമുക്ക് ലോക്ക് കാര്യങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മുടെ ബാൽക്കണിയുടെ ഈ ഒരു ഏരിയ, ബാക്കി ഗ്ലാസ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം നമുക്കൊരു ഗ്ലാസ് കട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്ലാസ് കട്ടറിന് വലിയ രൂപയൊന്നുമില്ല, 250-300 രൂപ മാക്സിമം വരുന്നുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് അത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊന്ന് അളവെടുത്ത് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്തോ വലിയ പണിയാണെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വ്യൂ പുറത്തുനിന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഈ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ട് ഇത് പലർക്കും ഉണ്ടാവും, ഇത് ഫ്ലോറിന് കഴിഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലാസ് കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ വെച്ച് എന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ സ്ലൈഡിങ് ഡോർ ഇങ്ങോട്ട് വരാതിരിക്കാൻ 2 ഇത് ഇവിടെ കൊടുക്കാനുണ്ട്. 2 ചെറിയ ഒരു ബോൾട്ട് പോലെ ഒരു സംഭവം, അത് നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ ഇതിൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു. അതുപോലെ നമ്മൾ ഈ വിൻഡോയ്ക്ക് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ട കൊടുത്തിട്ട്
ആദ്യമേ തന്നെ നമ്മൾ ആദ്യം ഗ്രിൽസ് ചെയ്ത് അതേ കമ്പി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രെയിം അടിച്ചതാണ്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ ഡോറ് കാര്യങ്ങൾ ചെയ്യും പുറം ഭാഗത്ത്. അപ്പോൾ അതാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നേരെ സിറ്റ് ഔട്ടിലോട്ട് വരുന്ന ഭാഗത്താണ്. ഇവിടെ നിങ്ങൾ ആദ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇതൊക്കെ ഇവിടെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ ഗ്ലാസ് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനൊരു ഫ്രെയിം അടിക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ ഇതിന് നമ്മൾ ഡി റാക്കറ്റ് എന്ന് പറയും. ഈ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിന് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വെളിച്ചം കുറവായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല, എന്നാലും ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമുക്ക് ഈ ഭാഗം സ്ക്രൂ വെച്ചിട്ട് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഗ്ലാസ് നേരെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് സ്ക്രൂ ചെയ്യാം. ഇതിന് ഒന്നിന് 55 രൂപയാണ് വരുന്നത്. ഇത് ഞാനിവിടെ വെൽഡിങ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് സ്ക്രൂ ചെയ്തിട്ടും വെക്കാം. അതുപോലെ അടിഭാഗത്ത് വെക്കുന്ന ഈ ടൈപ്പ് എന്നല്ലാതെ വേറൊരു ടൈപ്പും ഉണ്ട്. ഇത് ഈ ഒരു സംഭവം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പണികൾ ഇതൊക്കെ നമുക്ക് കഴിയില്ല, ഇതൊക്കെ ഇതിൻ്റെ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിയും എന്നുള്ളൊരു ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ വീട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 12-13 ലക്ഷം റുപ്യ മിനിമം ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെയും ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എത്താൻ കുറച്ചുകൂടെ ടൈം കാര്യങ്ങളെടുക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റായിട്ട് ഓരോന്നും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഈ ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു ഫ്രെയിം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ 6mm കമ്പി, സാധാരണ നമ്മൾ വാർപ്പിന് യൂസ് ചെയ്യുന്ന കമ്പി നേരെ ഇങ്ങനെ വളച്ച് കൊടുത്തിട്ട് നേരെ അത് അവിടെ ബെൽഡ് ചെയ്ത് വെച്ചുള്ള. ഇതിലിനി നമ്മൾ ഫ്ലോറിങ്ങിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബസ്സിൻ്റെ ഫ്ലോറിങ് ഒരു തരം പ്ലൈവുഡ് അത് ഇട്ടിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു കോട്ടിങ് പെയിൻ്റ് അടിക്കും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഫുട്ബോൾ ടർഫിലൊക്കെ കണ്ടിട്ടുള്ള ഗ്രാസ് ഉണ്ടാവും അതിടും. അതാകുമ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കുറവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരിത്. ഇനി ഇതിൻ്റെ ടോട്ടൽ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, എന്നാലും ജസ്റ്റ് കാണിച്ചു തരാമെന്ന് മാത്രം. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു എയർ ഹോൾസ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഭാഗത്തും ഉണ്ടാകുക. അതുപോലെ നമ്മൾ ബാത്റൂമിൽ വലിയൊരു വിൻഡോ പോലെ കൊടുത്തിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് തന്നെ കവർ ചെയ്യും. ഈ ഒരു ഏരിയ മാത്രം തരും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ എപ്പോഴും അത്യാവശ്യം നല്ല വെളിച്ചം കാര്യങ്ങൾ കയറുമ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷം തോന്നും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വാഷ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഇടുന്നതിനേക്കാളും ഒന്നും കൂടെ എൻ്റെ ഒരു ചിന്താഗതിയാണ്, ഒന്നും കൂടി ഒരു നാച്ചുറലായിട്ട് കയറുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നും. 1-2 ചെടി കാര്യങ്ങളൊക്കെ പോട്ടൊക്കെ വെച്ചിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി പുറത്തുനിന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ നിലവിലത്തെ സിറ്റുവേഷൻ. നമ്മളവിടെ സ്ലൈഡിങ് ഡോർ ഫിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഗ്ലാസ് കട്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഗ്ലാസ് വെച്ചു. ഇനി 1-2 ഗ്ലാസും കൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വിൻഡോക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഒന്നായിട്ട് അവിടെയൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് ബൾക്കായിട്ടുള്ള ഗ്ലാസ് എടുത്തത്. കാരണം ഈ ഗ്ലാസ് എല്ലാം കൂടെ 7000 രൂപയായിട്ടുള്ളൂ. ഇത് നേരെ മറിച്ച് നിങ്ങൾ കടയിൽ നിന്ന് നേരെ ഫ്രഷ് ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 14,000 രൂപയുടെ അടുത്ത് വരും ഈ ഗ്ലാസ് എല്ലാം കൂടെ. നമുക്ക് അത്ര ആയിട്ടില്ല, ഒരു 7000 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഗ്ലാസ് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനി അവിടെ ഉള്ളിൽ ഓരോ ക്രാഫ്റ്റ് പരമായിട്ടും പല ഷോക്കേസിലൊക്കെ ഓരോന്നായിട്ടും ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിങ്ങൾ ഈ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു വ്യൂ. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവും എന്നറിയില്ല, കാരണം നമ്മളെ വീടിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ട് എപ്പോഴും ഒരു ഡാർക്കായിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നുണ്ടാവുക. അതുപോലെ നിങ്ങൾ കണ്ട ഈ കിടക്കുന്നൊരു ടേബിൾ, അത് നമ്മളെ ഡൈനിങ് ടേബിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ ഡൈനിങ് ടേബിളില്ല, അത് നമ്മൾ റീഫർണിഷ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മളുടേതായ രീതിയിൽ തന്നെ അതൊരു മോഡേൺ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ പഴയ ടേബിൾ എല്ലാവരും OLX-ലിട്ടിട്ടും വിറ്റ് അങ്ങനെ പോവാണ്. കാരണം അത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അത് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി എടുക്കും, അതിൻ്റെ കൂടെ ചെയറും കാര്യങ്ങളും നമ്മൾ റീഫർണിഷ് ചെയ്തുകൊണ്ട് എങ്ങനെ കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ അതൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ.